എന്നാലും എനിക്ക് ഈ ഒരു സെറ്റപ്പ് ഇഷ്ടമായി. ഇങ്ങനെ ദൂരെ നിന്ന് സംസാരിച്ച് വളരെ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരുന്ന് വാവ് വണ്ടർഫുൾ. ഹലോ, നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? നിങ്ങൾക്ക് ഒരു മൈക്ക് വാങ്ങിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഏത് വാങ്ങിക്കണം എന്നറിയാത്തൊരവസ്ഥയിലാണോ? എങ്കിൽ എന്നെ പോലെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ചാനലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. ഇതൊരു 550 രൂപയ്ക്ക് വരുന്നൊരു മൈക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു വർത്ത് ആയിരിക്കും. കാരണം 2 മൈക്ക്, ഒരു കണക്ടർ, പിന്നെ അതിന്റെ ചാർജർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അത്യാവശ്യം ലെങ്ത്തിൽ പോകും. നമുക്ക് എത്ര ലെങ്ത്തിൽ പോവും എന്ന് നോക്കാട്ടോ. ഇപ്പൊ ഞാനൊരു അത്യാവശ്യം ലെങ്ത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ നിങ്ങൾ പറയൂ എത്രത്തോളം ഓഡിബിൾ ആണ് എന്നുള്ളത് പറയാ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ധാരാളം മതി. കാരണം ഞാൻ അങ്ങനെ വലിയൊരു യൂട്യൂബർ അല്ല. സ്റ്റാർട്ടിങ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാള് ഗ്യാപ്പ് ഇട്ടിട്ട് പോലും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സംസാരിക്കാനുള്ള കഴിവ് തന്നെ തന്നത് ഞാനിങ്ങനെ കുറെ വീഡിയോസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. ഐ ആം ആൻ ഇൻവേർട്ടർ. അത് പലർക്കും അറിയില്ല. ഞാൻ ആ നഗ്ന സത്യം പുറത്ത് പറയാണ്. എന്തായാലും എനിക്ക് തോന്നിയത് ഈ മൈക്ക് വർത്താണ് എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഏകദേശം എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സൗണ്ട് പ്രൊഡ്യൂസിങ് ക്വാളിറ്റി എന്നുള്ളത്. അത് വെച്ച് നിങ്ങളും ജഡ്ജ് ചെയ്യുക. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാതിരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. എനിക്ക് ഹീമോഗ്ലോബിൻ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ആയി. ഒരു പനി വന്നപ്പോഴേക്കും തീരെ വയ്യാണ്ടായി. 4-5 ദിവസം വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പൊ അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ഫുഡും മരുന്നും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോയി. അതൊന്ന്. പിന്നെ ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഐ എം സോറി. ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് വരുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ സാധാരണ ബ്ലോക്കുമായിട്ട് കുറച്ച് നാൾ നിന്നു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്താത്തൊരു അവസ്ഥ വന്നു. അതായത് ഒരു വിരസത 1 മാസത്തോളമായി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ മുക്തി പ്രാപിച്ചു വരികയാണ്. ഒരു ഡി അഡിക്ഷൻ സെന്റർ ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ തന്നെ തുടങ്ങി ഡി അഡിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്നിൽ നിന്ന് തന്നെ രക്ഷ നേടി മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.